നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒക്ടോബറിൽ യുഎഇയിൽ പെട്രോൾ ഡീസൽ വില കുറയും. യുഎഇയിൽ വീണ്ടും മഴ, ആലിപ്പഴം വീഴ്ച, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകരുത്. യുഎഇയിൽ വിഷപ്പാമ്പുകളെ തേടി ചെല്ലുന്ന മലയാളി, ഹെർപ്പി ഫോട്ടോഗ്രാഫിയിൽ താരമായി നിമിഷ്. എയർ അറേബ്യയുടെ എക്കാലത്തെയും വലിയ ഓഫർ, 129 ദിർഹത്തിന് ടിക്കറ്റ്. മാതൃനാരങ്ങ നഗരം അൽ ബഹയുടെ പുതിയ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. വില കുറച്ച് വിൽക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഒമാൻ. ലെവൽ അപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ഒക്ടോബറിൽ യുഎഇയിൽ പെട്രോൾ ഡീസൽ വില കുറയും. യുഎഇയിൽ ഓഗസ്റ്റിൽ പെട്രോൾ ഡീസൽ വില കുറയും. ഈ മാസത്തേക്കാളും ലിറ്ററിന് 24 ഫിൽസാണ് പെട്രോളിന് കുറയുക. ഡീസലിന് 72 ഫിൽസും. രാജ്യാന്തര തലത്തിൽ ക്രൂഡ് ഓയിലിന് വിലക്കുറവ് വന്ന സാഹചര്യത്തിൽ യുഎഇ ഫ്യൂവൽ പ്രൈസ് മോണിറ്ററിംഗ് കമ്മിറ്റിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ മുതൽ പുതിയ വില പ്രാബല്യത്തിൽ വരും. പെട്രോൾ സൂപ്പർ 98 ലിറ്ററിന് നാളെ മുതൽ 2.66 ദിർഹം നൽകിയാൽ മതി. സെപ്റ്റംബറിൽ ലിറ്ററിന് 2.90 ദിർഹമായിരുന്നു. സ്പെഷ്യൽ 95 ലിറ്ററിന് 2.54 ദിർഹം. E+91 ലിറ്ററിന് 2.47 ദിർഹം. ഡീസൽ ലിറ്ററിന് 2.6 ദിർഹം നൽകണം. നിലവിൽ ഇത് 2.78 ദിർഹമാണ്. കഴിഞ്ഞ മാസത്തേക്കാളും ലിറ്ററിന് 72 ദിർഹമാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. യുഎഇയിൽ വീണ്ടും മഴ, ആലിപ്പഴം വീഴ്ച, താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകരുത്. യുഎഇയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയും ആലിപ്പഴ വർഷവും. ഷാർജ, ഉമ്മുൽ ഖുവൈൻ, റാസ് അൽ ഖൈമ എന്നിവിടങ്ങളിലാണ് മഴയുണ്ടായത്. ഷാർജയിലെ മലീഹ, ഇബൻ റാഷിദ് റോഡ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത്. അൽദൈർ റോഡിൽ നേരിയ ആലിപ്പഴ വർഷവും ഉണ്ടായി. മണിക്കൂറിൽ 45 കിലോമീറ്റർ വേഗത്തിലെത്തിയ കാറ്റുപമായിരുന്നു മഴ. ഇതേ തുടർന്ന് ദൂരക്കാഴ്ച 3000 മീറ്റർ താഴെയായി. മലനിരകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളം ഡാമുകൾ നിറച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ചില ഭാഗങ്ങളിൽ ഇന്നും മഴ ലഭിക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റാസ് അൽ ഖൈമ. യുഎഇയിൽ വിഷപ്പാമ്പുകളെ തേടി ചെല്ലുന്ന മലയാളി, ഹെർപ്പി ഫോട്ടോഗ്രാഫിയിൽ താരമായി നിമിഷ്. വിഷപ്പാമ്പുകളെ അതിന്റെ മടയിലെത്തി ഫോട്ടോ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് യുഎഇയിൽ. എറണാകുളം കോതമംഗലം സ്വദേശി നിമിഷ് പീറ്റർ IT പ്രോജക്ട് ലീഡറായുള്ള ജോലിയുടെ ഇടവേളകളിലാണ് അപൂർവ ഫോട്ടോകൾ തേടിയുള്ള ഹെർപ്പിംഗ്. 2008 മുതൽ ഫോട്ടോഗ്രാഫിയിൽ സജീവമാണ്. പരമ്പരാഗത ഫോട്ടോഗ്രാഫിയിൽ നിന്ന് ഒരു മാറ്റമെന്ന രീതിയിലാണ് ഹെർപ്പിംഗ് ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിഞ്ഞത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. എയർ അറേബ്യയുടെ എക്കാലത്തെയും വലിയ ഓഫർ, 129 ദിർഹത്തിന് ടിക്കറ്റ്. യാത്രക്കാർക്ക് 129 ദിർഹത്തിന് ടിക്കറ്റ് ലഭ്യമാക്കി എയർ അറേബ്യ. നെറ്റ്വർക്കിലുടനീളമുള്ള 5 ലക്ഷം സീറ്റുകൾ 129 UAE ദിർഹം മുതൽ ലഭ്യമാകും. ഒക്ടോബർ 20 മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് 2025 മാർച്ച് 1 മുതൽ ഒക്ടോബർ 25 വരെ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. പരിമിത കാലയളവിലേക്ക് സൂപ്പർ സീറ്റ് വിൽപ്പനയാണ് എയർ അറേബ്യ നടത്തുന്നത്. സ്പെഷ്യൽ ഓഫർ ലോകം മുഴുവനുള്ള നെറ്റ്വർക്കിലുടനീളമുള്ള 5 ലക്ഷം സീറ്റുകളിൽ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ഷാർജ. മാതൃനാരങ്ങ നഗരം അൽ ബഹയുടെ പുതിയ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. മാതൃനാരങ്ങ നഗരം അൽ ബഹയുടെ പുതിയ നിക്ഷേപ കേന്ദ്രമായി മാറുന്നു. പരിസ്ഥിതി, ജലം, കൃഷി മന്ത്രാലയം പ്രഖ്യാപിച്ച നിക്ഷേപ പദ്ധതി വിഷൻ 2030 അനുസൃതമായി അൽ ബഹയെ മാതള കൃഷിയുടെ ഒരു സുപ്രധാന കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം പുരോഗമിക്കുകയാണ്. പ്രാദേശിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിനും ഇതിലൂടെ സഹായിക്കും. 1.3 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് മാതൃനാരങ്ങ നഗരമെന്ന് അൽ ബഹ മന്ത്രാലയത്തിന്റെ ബ്രാഞ്ച് ഡയറക്ടർ ഫഹദ് ബിൻ മിഫ്ത അൽ സഹ്റാനി വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അൽ ബഹ. വില കുറച്ച് വിൽക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഒമാൻ. യഥാർത്ഥ വിലയിലും കുറച്ച് സാധനങ്ങൾ വിൽക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം. കൂടുതൽ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിന് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരക്ക് യഥാർത്ഥ നിരക്കിനേക്കാൾ കുറച്ച് നൽകുന്നത് കുത്തക നിയന്ത്രണ നിയമത്തിന്റെയും മത്സര സംരക്ഷണ നിയമത്തിന്റെയും ലംഘനമാണെന്നും മന്ത്രാലയം വ്യാപാരികൾക്ക് നൽകിയ അറിയിപ്പിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മസ്കത്ത്. ലെവൽ അപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു.
UAE മലയാള ഡിസൈനർമാരുടെ കൂട്ടായ്മയായ വര പുതിയ അംഗങ്ങൾക്കായി ലെവൽ അപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചു. വിവിധ എമിറേറ്റുകളിൽ നിന്നുള്ള 70ഓളം പേർ പങ്കെടുത്തു. എങ്ങനെ ഒരു സംരംഭകനാകാം എന്ന വിഷയത്തിൽ സുകേഷ് ഗോവിന്ദൻ ക്ലാസ് എടുത്തു. വരയിലെ കലാകാരന്മാരുടെ പരിപാടിയായ ആർട്ടെക്സ് സീസൺ 2 ജനുവരിയിൽ നടത്താനും തീരുമാനമായി. പരിപാടിയുടെ വിജയത്തിനായി സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.